മോനെ, മരണം ഏത് സമയത്തും കടന്നു വരുമല്ലോ. എപ്പോഴാ മരണം വരുന്നതെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? നമ്മക്കൊണ്ട് ആരെക്കൊണ്ടും കഴിയില്ലല്ലോ, നമുക്കാർക്കും കഴിയില്ലല്ലോ. എന്നാ അല്ലാഹുവിന്റെ മുമ്പില് ഏത് സമയത്തും നമ്മൾ എത്തിപ്പെടുമെന്നുള്ള ബോധം നമുക്ക് വേണേ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി പോയതാണ്. പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്നൊരു ബസ് പോയി, ഒരു എയറോപ്ലെയിനിൽ യാത്ര ചെയ്തു. പഠിച്ചവനെ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയാ. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് മദീന കാണണം, എനിക്ക് റസൂലുള്ളാഹിനോട് സലാം പറയണം, എനിക്ക് കഅബാലയത്തിന്റെ കില്ല പിടിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ട് കടന്നു പോയവരല്ലേ. അള്ളാന്റെ പരിശുദ്ധമായ ഭവനം കാണാൻ കടന്നു പോയവരല്ലേ. റസൂലുള്ളാഹിന്റെ ചാരത്ത് പോകാൻ ആരിക്കാ പൂതിയില്ലാത്തത്, ആരിക്കാ പൂതിയില്ലാത്തത്? എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ഗേഹം കാണാൻ വേണ്ടി പോയതാ. 40 ആളുകൾ ഉണ്ടായിരുന്നു. പടച്ചവനെ, ആ ബസ് ഒരു ഡീസൽ ടാങ്കറിന് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഡീസൽ ടാങ്കർ അല്ലേ പടച്ചവനെ, പൊട്ടിത്തെറിക്കുകയാണ്, കത്തിയമരുകയാണ്, ബസ്സും കൂടെ കത്തിയമരുകയാണ്. ഒരൊറ്റൊരാളാണ് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് രക്ഷപ്പെട്ടത്. 40 ആളുകൾ മരണപ്പെടുകയാ, 40 ആളുകൾ മരണപ്പെടുകയാണ്. ഇന്ന് റിപ്പോർട്ട് വന്നെന്റെ പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽപ്പെട്ട 19ഓളം ആളുകളാ മരണപ്പെട്ടു പോയത്. 19ഓളം ആളുകളാ മരിച്ചു പോയത്. പടച്ചവനെ, പോയ ഗേഹമൊന്ന് നോക്കെന്റെ പ്രിയമുള്ളവരെ, മുഖം കാണാൻ കഴിയുന്നില്ല, ശരീരം ആരുടേതെന്ന് തിരിച്ചറിയുന്നില്ല, മുഖം ആരുടേതെന്ന് തിരിച്ചറിയുന്നില്ല. പിഞ്ചു പൈതങ്ങൾ വരെ എന്റെ പ്രിയമുള്ളവരെ യാത്രയിലുണ്ടായിട്ടുണ്ടോ? അവർക്കറിയുമോ? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു, ഞങ്ങൾ മരിക്കുമെന്നറിയുമായിരുന്നു, ഞങ്ങളുടെ മയ്യത്താണ് അവിടെ പിടഞ്ഞു വീഴുന്നത്, ഞങ്ങളുടെ ശരീരങ്ങൾ കത്തിക്കരിയുമെന്ന് പറയാൻ കഴിയുമായിരുന്നു? ഇല്ല, ഇല്ല, ഒരിക്കലും അവിടെ നിന്ന് കഴിയില്ലായിരുന്നുവല്ലോ. അതാണ് എന്റെ പ്രിയമുള്ളവരെ മരണമെന്ന് പറയുന്നത്. അല്ലാഹുവേ, അവർക്ക് നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പുന്നാർ നബി തങ്ങളെ കാണാൻ പോയതല്ലേ, നല്ല നിയ്യത്ത് കൊണ്ടുപോയതല്ലേ. മോനെ, സ്വർഗം ഉറപ്പാ, സ്വർഗം അവിടെ നിന്ന് ഉറപ്പാണല്ലോ. ലക്ഷങ്ങൾ കൊടുത്തിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഭൂമി കാണാൻ പോയതാ, ഭവനം കാണാൻ പോയതാ, അള്ളാന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു പോയതാ. പടച്ച തമ്പുരാൻ കഴിവിടുമോ? അല്ലാഹു തആല കഴിവിടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദറജയല്ലേ അവർക്ക് കൊടുക്കുന്നത്. എന്തിനാ പോയത്? ഉംറ ചെയ്യാനല്ലേ. പടച്ചവനെ, ആ ഉംറ പൂർത്തിയായിട്ടില്ലടോ, ആ ഉംറ പൂർത്തിയായിട്ടില്ലടോ. എന്നാലും പടച്ച റബ്ബ് ഉംറ പൂർത്തിയായ പ്രതിഫലമാ കൊടുക്കുന്നത്, ഉംറ പൂർത്തിയായ പ്രതിഫലമാ കൊടുക്കുന്നത്. പടച്ചവനെ, പൂർത്തിയായിട്ടില്ലെങ്കിലും അതിന്റെ പ്രതിഫലം അല്ലാഹു തആല അതിന് ഒരുങ്ങി അവന് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ. പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്കും മരിക്കുന്നതിന്റെ മുമ്പ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കും കഅബ കാണണം, അവിടുത്തെ കില്ല പിടിക്കണം, റൗള ശരീഫിന്റെ ചാരത്തൊന്ന് ചെല്ലണം, അല്ലാഹുവിന്റെ ഹബീബിനോടൊന്ന് സലാം പറയണം. കൊതിയുണ്ട് അല്ലാഹ്, കൊതിയുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തരണേ അല്ലാഹ്.
പടച്ചവനെ ആ മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. പടച്ചവനെ പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ നീ വിജയിച്ചവരിൽ പെടുത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് അവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നീ തരണേ അല്ലാ. എല്ലാവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ടപ്പോ സങ്കടം തോന്നിയൊരു വാർത്തയായിരുന്നു അല്ലേ. ഹജ്ജിന്റെ ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോയതാ, പക്ഷേ ഒരു ടാങ്കർ ലോറുമായിട്ട് കൂട്ടിയിടിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയാ. റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം, റസൂലുള്ളാഹിനോട് സലാം പറയണം, എല്ലാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ എന്റെ പ്രിയമുള്ളവരെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും അല്ലേ. അത്രയ്ക്കും ആഗ്രഹങ്ങൾ അവിടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ നിയ്യത്തൊന്ന് നോക്കൂ നിങ്ങൾ. നിയ്യത്ത് എന്താ? എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം അല്ലേ. ആ നിയ്യത്ത് പോരെ, ആ നിയ്യത്ത് പോരെ അല്ലേ. നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ആ നിസ്കാരമാണ് അല്ലേ. ഒന്നുണ്ടാക്കുന്ന എന്തിനാ? നിസ്കരിക്കാൻ. കാല് കഴുകുന്നതിനാ? നിസ്കരിക്കാനാ. നമ്മൾ കുളിക്കുന്ന എന്തിനാ? നിസ്കരിക്കാൻ. ആ ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ പ്രവർത്തിച്ചാൽ അതിനൊക്കെ നല്ല പ്രതിഫലമാണ്, അതിനൊക്കെ പ്രതിഫലം ലഭിക്കും. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ നിസ്കാരം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കരിച്ചാൽ പോരെ കേട്ടാ. നമ്മൾ നിസ്കരിക്കും, 5 വക്തിനും പള്ളിയിലുണ്ടാകും, 1-ാമത്തെ സഫിൽ വെള്ളിയാഴ്ചയൊക്കെ വന്നിരിക്കും. 5 വക്തിനും 1-ാമത്തെ സഫിലാണ് നമ്മളൊക്കെ ഉള്ളത്. വീട്ടിനകത്തോ നമ്മൾ നിസ്കരിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കാറുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വേണ്ട രൂപത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു ബോധം നൽകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അത് വലിയ പരാജയമായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ കടക്കും. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ,